അഞ്ചുകുട്ടി, ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, ഇതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്നോട് ദേഷ്യം തോന്നരുത്. ഈ പവിത്രനൊരു അവരെ പറ്റി എനിക്കെന്ന് പറഞ്ഞൂടാ. അഞ്ചു അഞ്ചു അവിടെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഈ ലോകത്ത് ആരെങ്കിലും പ്രിൻസിനോട് ഒരു സഹായം ആവശ്യപ്പെട്ടാൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പവിത്ര. അത് നിറവേറ്റി കൊടുത്തിട്ടേ പ്രിൻസ് വിശ്രമിക്കൂ. 5 മുറിയിലുണ്ട്. പരിഭവങ്ങളും പിണക്കങ്ങളും പറഞ്ഞു തീർക്കാൻ അവൾ മുറി കാത്തിരിക്കുക. പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. അത് സദാശിവൻ ഒപ്പിച്ചതാ. സാരമില്ല, ഒന്ന് വിളിച്ചാൽ മതി. ചെറിയൊരു മയക്കം, അത്രേ ഉള്ളൂ. ഉണരുമ്പോ അവൾ നിന്റെ സുന്ദരമായ മുഖം തന്നെ ഒന്ന് കാട്ടുവാ. പ്രിൻസേട്ടൻ ചെയ്തെന്ന ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും ഞാനും അഞ്ചും മറക്കില്ല. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് പ്രിൻസേട്ടൻ. നന്ദിയൊന്നും വേണ്ട. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം. എന്നിട്ട് രാത്രി വണ്ടിക്ക് 2 ടിക്കറ്റുമായിട്ട് സദാശിവം വരും. അതുവരെ നിനക്ക് അവളോടോ അവൾക്ക് നിന്നോട് എന്തെങ്കിലുമൊക്കെ പറയാണ്ട് പോയി പറ. അയ്യോ പ്രിൻസേട്ടൻ, ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ പ്രിൻസേട്ടൻ കൂടെ വാ. നിന്ന് പുറ കയറി ചെറുക്കാതെ. ഞാൻ ഒറ്റയ്ക്കാ. അഞ്ചു 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 എന്താ എന്താ പറ്റി? അഞ്ചു ഉണർന്നില്ലേ? ഉണർത്തണ്ട, ഞാൻ വിളിക്കാം. എടാ ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചോളാം. ഇതെന്റെ അഞ്ചു അല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. എടാ നീ പച്ചവെള്ളം ഒഴിച്ച് ആദ്യം നിന്റെ മുഖം കഴുക്. നീ നോർമൽ അല്ല. ആ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് സൂക്ഷിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. എന്റെ പ്രിൻസേട്ടാ, ഇത് അവളല്ല. ഞാൻ പറയണ വിശ്വസിക്ക്. എനിക്ക് എന്റെ അഞ്ചുനെ കണ്ട തിരിച്ചറിയില്ലേ? അല്ല, ഇത് അവളല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. ഇപ്പൊ അങ്ങനെയാ? എടാ കഷ്ടപ്പെട്ട് നിന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവിടെ കിടത്തിയപ്പോ ഇപ്പൊ അഞ്ചു അല്ലെന്നോ? എന്റെ പ്രിൻസേട്ടാ, സത്യമായിട്ട് എന്റെ അഞ്ചു അല്ല. ഇത് ഉണരുന്നതിന് മുമ്പ് പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി കളയെ. പറഞ്ഞോ. എന്റെ തന്തയാണ് സത്യം. ഇത് എന്റെ അഞ്ചു അല്ല. പിന്നെ നീ പറഞ്ഞ സ്ട്രീറ്റ്, നീ പറഞ്ഞ വീട്, നീ പറഞ്ഞ ആന്റി, നീ പറഞ്ഞ ചുരിദാറ്, പിന്നെ പേരും ഉരുളല്ലേ. പ്രിൻസ് ഇത് കുറെ കണ്ടതാ കേട്ടോ. എന്റെ പ്രിൻസേട്ടാ, ഇതെന്റെ അഞ്ചു അല്ല. ആ ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്ന ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തെങ്കിലും ആയാലും എന്താ കൊണ്ടുവയ്ക്കണം. വിളച്ചിട്ട് കാണിച്ച് ഇടിച്ച് നിന്റെ ഇളകി കളി കേട്ടോ. സദാശിവ അവൻ നിന്നെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച നീ ഒരു തരികട പാർട്ടിയാണെന്ന്.